യൂട്യൂബ് ചാനലിനെ പറ്റി വലിയ അറിവൊന്നും ഉള്ള ഒരാളല്ല ഞാൻ ജൂൺ 2-ാം തീയതി 2025 ജൂൺ 2-ാം തീയതിയാണ് ചാനൽ തുടങ്ങിയത്. ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ കോപ്പിറൈറ്റ് കിട്ടി. കാര്യം അത് പുറത്തുനിന്നുള്ള മ്യൂസിക് ചേർത്തുവിടാമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും കോപ്പിറൈറ്റ് എന്തെന്നോ അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ 2-3 ദിവസം കിടന്നതിന് ശേഷം ഈ മെസ്സേജ് വന്നപ്പോഴാണ് മനസ്സിലായത് അത് കോപ്പിറൈറ്റ് ആണെന്ന്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അങ്ങനെ പുറത്തുള്ള മ്യൂസിക് പറ്റില്ല എന്ന്. അപ്പോൾ അതൊരു പാഠമായി. രണ്ടാമത് കുറച്ച് നാളൊന്നും യാതൊരു കുഴപ്പമില്ലാതെ പോയി. പിന്നീടായപ്പം എല്ലാം അൺലിസ്റ്റായി. ഒരു 20-ൽ കൂടുതൽ വീഡിയോസ് എനിക്ക് അൺലിസ്റ്റായി. അതും എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. വേറുള്ളവരുടെ ഡയലോഗൊക്കെ എടുത്തിട്ട് എൻ്റെ വീഡിയോ ആയിട്ട് ഞാനിത് ഇടുമായിരുന്നു. ഇപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ അതിൽ കുറേ വീഡിയോസ് അൺലിസ്റ്റായി. 20-ൽ കൂടുതൽ വീഡിയോസ് അൺലിസ്റ്റായി. പിന്നെ എനിക്ക് ആനക്കമ്പമുണ്ട്. ആനക്കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിടുന്ന ശീലമുണ്ട്. അതും ഇട്ട് അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നു അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ. അവർ ഓൾറെഡി ഡിലീറ്റാക്കി. പിന്നെ ഞാൻ എൻ്റെ കിടന്ന് ഡിലീറ്റാക്കി കളഞ്ഞു. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് ഓരോ പാഠങ്ങളാണത്. ഇപ്പം എനിക്ക് വീണ്ടും മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. എന്താണെന്നറിയില്ല. എല്ലാവർക്കും ഇങ്ങനെയാണോ അല്ലേ അതറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല. ഇപ്പോൾ യൂട്യൂബുകാർ അയച്ചിരിക്കുന്ന മെസ്സേജ് യുവർ ചാനൽ ഹാസ് ലോസ്റ്റ് ആക്സസ് ടു അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്നാണ് കിടക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ലൈവ് സ്ട്രീം ചെയ്യണം, മെസ്സേജ് പിൻ ചെയ്യണം എന്ന് അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വരുന്നതാണോ അല്ലേ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചെയ്യണവർക്ക് വരുന്നതാണോ അതൊന്നും അറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും എനിക്കില്ല. ഞാനൊരു തുടക്കക്കാരിയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടും. ഇപ്പോൾ തന്നെ അൺലിസ്റ്റ് ആകുമ്പോഴാണ് അത് നല്ല വ്യൂസ് ഉള്ളത് അൺലിസ്റ്റായി പോണത്. ഒരുപാട് ഓടിയതൊക്കെ അൺലിസ്റ്റ് ആവും. അപ്പോഴും വ്യൂസ് എല്ലാം പോകില്ലേ. വ്യൂസും പോകും, അതിന് കിട്ടുന്ന മെസ്സേജ് ലൈക്ക് അതെല്ലാം പോകാറുണ്ട്. സബ്സ്ക്രൈബ് മാത്രം നിലനിൽക്കണമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബർ കയറുന്നുമില്ല. ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ആരും വരാറില്ല അങ്ങനെ അധികമായിട്ട്. അറിയാമെന്നുള്ളവരൊന്നും പറഞ്ഞു തരണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.